ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിരൺ. വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ജേണി. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു വിഭവമാണ്, ബീഫ് വിന്താലു. ചിലയിടത്ത് ഇതിനെ എരിവറച്ചി, ചിലയിടത്ത് ഇതിനെ ചാപ്സ് എന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ സാധാരണയായി ഇതിനെ പറയുന്നത് മീൻതാലി എന്നാണ്. പേര് പോലെ തന്നെ തയ്യാറാക്കുന്ന രീതിയിലും പല സ്ഥലങ്ങളിൽ പല പല രീതിയിലാണ്. ഞാൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ചെട്ടിയാവ് മാർക്കറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെട്ടിയാവ് മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ബീഫ് മേടിക്കുന്നത്. എടാ, നെയ്യ് വേണ്ട കേട്ടോ. നല്ല കിടുക്കുമ്പോൾ ഒത്തിരി ഇതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ടുകൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് സാധനങ്ങൾ നമുക്ക് കുഴച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ഇടണം. അപ്പോൾ നമ്മളൊരു ചില്ലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണാണ്, 3-3.5 ടീസ്പൂൺ ഉണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനി മസാലക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഏകദേശം ഈ ഒരു പാകത്തിൽ ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സവാള വഴറ്റാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. ഇതിലൊരു കോംപ്രമൈസും ഇല്ല, വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എന്നാലേ അതിന്റെ ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഒരു 8 വലിയ പച്ചമുളകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്.
1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളക്കും ഉള്ളിക്കും വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിന്താലുവിന്റെ ഹൈലൈറ്റ്. മുരിങ്ങാത്തൊലിയും കടുകും കൂടി അരച്ചതാണിത്. 1 ടേബിൾ സ്പൂൺ മുരിങ്ങാത്തൊലി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കടുകും കൂടി അരച്ചതാണ്. ഇതാണ് നമ്മുടെ മുരിങ്ങാത്തൊലി. നമ്മുടെ മുരിങ്ങാ മരത്തിന്റെ പുറമേയുള്ള തൊലി ചെത്തിയെടുത്തതാണ്. നമ്മള് ആദ്യം മുകളിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ മഴ പെയ്യും. അപ്പൊ പിന്നെ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി ഫോറസ്റ്റിൽ വന്ന് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിന് സാമാന്യം നല്ല എരിവ് ഉണ്ടാവും കേട്ടോ. ഈ മസാലയൊക്കെ ഇനി നല്ല രീതിയിൽ ഇതിലിട്ടൊന്ന് മൂപ്പിക്കണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ കുറവ് പോലെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗരം മസാലയാണ്. വേപ്പില നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഒരു 4 തണ്ട് വേപ്പില നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ രാവിലെ മേടിച്ച് ഒരു 3-4 പ്രാവശ്യം നല്ല രീതിയിൽ കഴുകി വെച്ചിരിക്കുന്ന പോത്തിറച്ചിയാണ്. നമുക്കിനി ഈ ഗ്രേവിയിലേക്ക് ഈ ബീഫ് ആഡ് ചെയ്യാം. ബീഫ് ഏകദേശം ഒരു 1.5 കിലോ ഉണ്ടാവും. അതിന്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്തതിന് ശേഷമാണ് 1.5 കിലോ. അധികം നെയ്യും കാര്യങ്ങളൊന്നും വേണ്ട ചാപ്സിൽ. അപ്പൊ നമ്മൾ ബീഫ് ചേർത്തിരിക്കുന്നത് കുക്കറിലൊന്നും വേവിക്കാതെ പച്ചക്ക് തന്നെയാണ്. കാരണം അങ്ങനെ വേവിച്ചാൽ കുറച്ച് സമയം എടുക്കുമെങ്കിലും ബീഫിന്റെ ഉള്ളിലേക്ക് ആ മസാലയുടെ ഗ്രേവിയൊക്കെ കറക്റ്റ് ആയിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ പച്ചക്ക് തന്നെ ചേർക്കണം. ഇത് ഏകദേശം ഒരു 1 മണിക്കൂറോളം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മുടെ ബീഫ് ഒന്ന് തുറന്നിട്ട് ഇളക്കി വെക്കണം. അപ്പൊ നമ്മുടെ ബീഫ് നല്ല രീതിയിൽ വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി വെച്ചേക്കാം. നമ്മള് ബീഫ് വെക്കാനായിട്ട് മൺചട്ടിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ബീഫ് ഇട്ടിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂണാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. 4 ടീസ്പൂൺ.
ഇതിന്റെ മുകളിലൊരു വാഴയില വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് മൂടി വെക്കണം. ഈ വാഴയിലെ ഫ്ലേവർ ബീഫിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. ഒരു പ്രത്യേക രുചിയായിരിക്കും. ബീഫ് നന്നായി തിളക്കുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി വെക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിത് ഇളക്കി വെക്കാം. ഗ്രേവി കുറുകി നല്ല പാകമായിട്ട് വരണം. നമ്മുടെ ബീഫ് ചാറൊക്കെ വെച്ച് വെന്ത് ഏകദേശം നല്ല പാകത്തിലായിട്ടുണ്ട്. ഇനി അവസാനമായി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ബീഫ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് എന്തായാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എന്തായാലും ടേസ്റ്റ് ചെയ്യാം. ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രീം ജേർണി. താങ്ക് യു.